കർത്താവ് നിർവഹിക്കുന്നതായ അനുഭവത്തിൽ നമുക്കായി തീരുമാനം ദൈവം സഹായിക്കും. സ്തോത്രം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സമയം ഇരിക്കുകയാണല്ലോ. വലിയതായ ദൈവത്തിന്റെ ആലോചന നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സഹായിക്കുവാൻ, നമ്മോട് സംസാരിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ, കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമുക്ക് ഗ്രഹിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കണമല്ലോ. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നിങ്ങൾക്ക് രാത്രി ഒരു ആവശ്യമുണ്ടോ? ആവശ്യം കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് വയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. യേശുവേ, എനിക്ക് ഇന്നത് ആവശ്യമാണ്. ഏതെങ്കിലും ആവശ്യമില്ലാത്ത ആരും ഇവിടെ കാണുകയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം കാണും. നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു ആവശ്യം കാണും. അതെന്തുമാകട്ടെ, ഇപ്പോൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് അത് വയ്ക്കുക. കർത്താവ് സാധിച്ചു തരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി അവനെ സ്തുതിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമം വീണ്ടും ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കും. നീ ഞങ്ങളുടെ മധ്യമുണ്ട്. നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിന്റെ ശക്തിയുടെ യാതൊരിക്കുന്നുണ്ട്. ഓരോരുത്തരെയും ആവശ്യപ്പെടുന്ന അറിയുന്നുണ്ട്. നിന്റെ കരവിടേക്ക് നീട്ടി ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. എതിരായി പോരാടുന്ന അന്ധകാര ശക്തിയെ ശാസിക്കണമേ. ഞങ്ങൾക്ക് വിജയം ഇന്ന് രാത്രി നൽകുമാറാകണം. നിന്റെ വചനം ഞങ്ങൾക്ക് വിഭജിച്ച് നൽകുമാറാകണമേ. കർത്താവിന്റെ ആത്മാവിനായി ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കണമേ. മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരെ നീ ധൈര്യപ്പെടുത്തണമേ. രോഗികളായിരിക്കുന്നവരെ നീ സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ രാത്രി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്യുവാൻ പോകുന്ന പ്രവർത്തനത്തിനായി, അത്ഭുതത്തിനായി സ്തോത്രം. വിശ്വാസത്താൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മഹത്വം അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ നാമം. ആമേൻ. സ്തോത്രം. നോക്കിയിരിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. The book of Exodus chapter 14. The book of Exodus chapter 14 from verse 20 through 25. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. അത് മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ പൈതങ്ങൾക്കൊക്കെ ഇംഗ്ലീഷിൽ നോക്കുള്ളതാണ്. രാത്രി മുഴുവൻ ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടലിനെ കൈനീട്ടി. യഹോവ രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ പിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായിരുന്നു. മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാത യാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ ചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാത്രി മുഴുവനും പ്രഭാത യാമത്തിൽ, ഇതാണ് ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. രാത്രി മുഴുവനും നടക്കുന്നത് എന്താണ്? പ്രഭാത യാമത്തിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നമ്മുടെ ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ രാത്രിയുടെ അനുഭവം ഉണ്ടാകും. എന്നാൽ എന്നും രാത്രി ആയിരിക്കുകയില്ല. രാത്രി കഴിഞ്ഞാൽ ഒരു പ്രഭാതം വരും. സ്തോത്രം. ഞാൻ ഒരിക്കൽ ജനീവയുടെ ഭാഗത്ത് ആയിരിക്കുമ്പോൾ അവിടെ യോഗങ്ങളുടെ ഇടയ്ക്കുള്ളതായ സമയത്ത് ചില കാഴ്ചകളെ കാണാൻ കൊണ്ടുപോയി. അവിടെ ഒരു ഭാഗത്ത് എന്നിരുന്നാൽ
എല്ലാവരും അവിടെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പോകുമെങ്കിൽ ശ്രദ്ധിച്ചാൽ റീഫോർമേഷൻ നടന്നായ ആ കാലത്തുള്ളതായ ചില പ്രത്യേക അനുഭവങ്ങളുണ്ട്. അവിടെ ഒരു പ്രത്യേക മതില് നവീകരണ കർത്താക്കളുടെ 4 പേരുടെ ചിത്രം ആ ഭിത്തിയിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. ആ ജോൺ ഹൂസ് ഉണ്ട്, ജോൺ കാൽവിൻ, മാർട്ടിൻ ലൂതർ, പിന്നെ വേറെ ഒരാളുണ്ട് ജോൺ ഹൂസിന്റെ ഞാൻ പറഞ്ഞു. അങ്ങനെ 4 പേരുടെ അവർ 4 പേരും രക്തസാക്ഷികളായി തീർന്നവരാണ്. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. ആ വാചകം ഇതാണ്: രാത്രി കഴിഞ്ഞാൽ പ്രഭാതം വരും. ജോൺ ഹൂസ് ആണ് ആ വാചകം പറഞ്ഞത്. ജോൺ ഹൂസിനെ തീയിൽ എരിച്ച് കൊല്ലുകയായി. സത്യത്തിന്റെ സാക്ഷിയായി നിന്നതിന്റെ പരിണതഫലമായിട്ട് അന്നത്തെ അധികാരികൾ, നിങ്ങൾക്കറിയാം, റോമൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ളതായ ആ ഗവൺമെന്റുകളും അങ്ങനെയുള്ളവരെ, നവീകരണ കർത്താക്കളായിരുന്നവരെ പിടിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തു. ജോൺ ഹൂസിനെ, ഹൂസ് എന്ന് പറഞ്ഞ പാത്തെന്നുള്ളതായ അല്ലെങ്കിൽ അർത്ഥമാണല്ലോ, അങ്ങനെയുള്ളതായ ഒരു ചെറിയ പക്ഷിയെ തീയിലിട്ട് ദഹിപ്പിക്കുന്നത് പോലെ ജോൺ ഹൂസിനെ ദഹിപ്പിക്കുകയാണ്. ആ തീ ജ്വാല തന്നെ വളഞ്ഞ് താൻ അതിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ താൻ പറഞ്ഞ വാചകങ്ങളിൽ ഒന്നാണ്: ഈ രാത്രി കഴിഞ്ഞാൽ ഒരു പ്രഭാതം വരും എന്ന്. നമ്മുടെ ജീവിതത്തോടുമായ ബന്ധത്തിൽ രാത്രിയുണ്ട്, പക്ഷെ രാത്രി എന്നും നിൽക്കുകയില്ല. കാർമേഘത്തിന്റെ അനുഭവമുണ്ട്, പക്ഷേ കാർമേഘം എന്നും അവിടെ കാണുകയില്ല. ഒരു കാലയളവിലേക്ക് കാർമേഘം സൂര്യനെ മറച്ചു എന്ന് വന്നേക്കാം, എന്നാൽ അതുകൊണ്ട് സൂര്യന്റെ പ്രകാശം കുറഞ്ഞു പോവുകയില്ല. കാർമേഘം ഒരു ദിവസം മാറും, ഒരു ചെറിയ കാറ്റ് വന്ന് തന്നെ അടിച്ചു മാറ്റും, സൂര്യൻ പഴയതുപോലെ തന്നെ പ്രകാശിക്കും. ആ പ്രകാശം നമുക്ക് കാണുവാൻ ഇടയാകുകയും ചെയ്യും. ഇവിടെ ഇസ്രായേൽ ജനത്തോടുള്ളതായ ബന്ധത്തിൽ കാണപ്പെടുന്നതായ കാര്യം നമ്മുടെ ജീവിതത്തോടുള്ളതായ ബന്ധത്തിൽ നമുക്ക് താരതമ്യപ്പെടുത്തി പഠിക്കുവാൻ കഴിയുമെങ്കിൽ വളരെ ശ്രേഷ്ഠമേറിയ അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ രാത്രിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനും വിജയം കണ്ടെത്തുവാനും ആ പ്രകാശത്തിന്റെ വേളയിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായിത്തീരുന്നതാണ്. ഇവിടെ രാത്രിയുടെ യാമം പറയുന്നത് ഫറവോന്റെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അഭിമുഖീകരിച്ചതായ രംഗമായി. പ്രഭാത യാമം എന്ന് പറയുന്നത് യഹോവ മേഘത്തിന്മേൽ നിന്നുകൊണ്ട് ശത്രു സൈന്യത്തെ നോക്കിയതായ സമയമായി. രാത്രിയുടെ യാമത്തിൽ ദൈവത്തിന് നോക്കിക്കൂടായിരുന്നുവോ? ചെറിയ ചോദിക്കാം, ദൈവം എന്താ ഇന്നെനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ? അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല? രാത്രിയിൽ ദൈവം ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് രഹസ്യമായിട്ടായി. എന്നാൽ പ്രഭാത യാമമാകുമ്പോൾ അവൻ എഴുന്നേൽക്കും, അവൻ ശത്രുവിനെ നോക്കും, ശത്രുവിനെ താറുമാറാക്കി തന്റെ ജനത്തെ അവൻ വിടുവിക്കുകയും ചെയ്യും. ഈ ഇസ്രായേലിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് വിവരിക്കാതെ ഇതിലേക്ക് നേരത്തെ ഞാൻ കടക്കും. അവരെ ചെങ്കടലിലെ തീരത്ത് വന്നതായ ആ സമയത്ത് ഈ 2 സൈന്യം കൂടെ അഭിമുഖീകരിച്ചു. ഇസ്രായേൽ സൈന്യം, അവിടെ ഒരു കാര്യം നമുക്കൊന്ന് ചിന്തിച്ചാൽ ആശ്ചര്യം തോന്നും. ഇവിടെ പറയുന്നത് മിസ്രയീമ്യ സൈന്യവും ഇസ്രായേലിലെ സൈന്യവും എന്നാണ്. മിസ്രയീമ്യ സൈന്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പാവപ്പെട്ട ഇസ്രായേൽ ജനങ്ങളെ സൈന്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമോ? എനിക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം മിസ്രയീമ്യർക്ക് സൈന്യമുണ്ട്, സൈന്യാധിപന്മാരുണ്ട്, രഥങ്ങളുണ്ട്, കുതിരകളുണ്ട്, കുതിരച്ചേവകരുണ്ട്, ആയുധമുണ്ട്, എല്ലാ പടക്കോപ്പുകളുമുണ്ട്. അവർക്ക് നേതാവുണ്ട്, ഫറവോൻ. ഇങ്ങനെ അവർക്ക് ഇതെല്ലാം ഉള്ളത് കൊണ്ട് അവർ സൈന്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇസ്രായേൽ ജനമോ? ഇസ്രായേൽ ജനത്തെ സൈന്യം എന്ന് പറയാൻ കഴിയുമോ? അവർക്ക് ആയുധമില്ല, സൈന്യമില്ല, രഥങ്ങളോ കുതിരകളോ ഇല്ല. ലോകപ്രകാരമുള്ളതായ യാതൊരു വസ്തുതയും അവർക്കില്ല. അവരെ കുറെ
ചെറുപ്പക്കാർ പോലും അവരുടെ ഇടയിൽ അധികമില്ല. കാരണം മോശ ജനിക്കുന്ന കാലത്ത് അവിടെ ജനിച്ച ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് മോശയുടെ പ്രായത്തിലുള്ളതായ യുവാക്കള് അന്ന് അധികം ആ കൂട്ടത്തിലില്ല. പിന്നെ കുറെ വയസ്സ് ചെന്നവര്, കുറെ സ്ത്രീകള്, കുറെ പൈതങ്ങള്, ഇത്രയുമേ ഉള്ളൂ. അവരെ സൈന്യമെന്ന് എങ്ങനെ വിളിക്കാം? പക്ഷേ സ്വർഗം നോക്കിയപ്പോൾ ലോകത്തിലെ സൈന്യം മാത്രമല്ല ഉള്ളത്, ദൈവത്തിന്റെ ഒരു സൈന്യവും അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും പലരും ബാഹ്യമായ സൈന്യത്തെ നോക്കിയിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയില്ല, ഞങ്ങൾ തകർക്കപ്പെടുന്നത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗം ഇവിടേക്ക് നോക്കുന്ന വേളയിൽ ദൈവത്തിന്റെ ഒരു സൈന്യത്തെയും നമുക്കിവിടെ കാണുവാനായി സാധിക്കും. ലോകത്തിന്റെ സൈന്യവും ദൈവത്തിന്റെ സൈന്യവും. സ്തോത്രം. ലോകത്തിന്റെ സൈന്യത്തിന് ആയുധങ്ങളും പടക്കോപ്പുകളും ഉണ്ട്. ദൈവത്തിന്റെ സൈന്യത്തിന് ആയുധങ്ങളോ കുതിരകളോ യാതൊന്നുമില്ല. പിന്നെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവരോട് കൂടെയുണ്ട്. അവിടെ സൈന്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സൈന്യം ഇവിടെ ഉണ്ട്. ലോകപ്രകാരമുള്ള ശക്തിയല്ല, സ്വർഗത്തിൽ നിന്നുള്ളതായ ശക്തിയാണ് അവർക്കുള്ളത്. അവിടെ ലോകത്തിൽ എപ്പോഴും അഭിമുഖീകരിക്കുന്നത് ഈ രണ്ട് സൈന്യങ്ങൾ തമ്മിലാണ്. ദൈവത്തിന്റെ സൈന്യം ആദ്യം നമുക്ക് അതെടുക്കാം. ദൈവത്തിന്റെ സൈന്യത്തിൽ അംഗങ്ങളായി ഇവിടെ കുറെ ആളുകളുണ്ട്. ചിലർ പറയും, ഓ ലോകത്തിന്റെ സൈന്യം അങ്ങനെയാണ് ഇങ്ങനെയാണ്. പലരും ഇവിടെ വന്നപ്പോൾ, ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, നാട്ടിലെങ്ങനെ ഇരിക്കുന്നു? RSSകാർ വലിയ ശക്തിയല്ലയോ? BJP അങ്ങനല്ലയോ ഇങ്ങനല്ലയോ? പറഞ്ഞത് ആരായി പറഞ്ഞു? നിങ്ങളും എല്ലാം കേട്ടിരിക്കും. ചില ആളുകൾ ഒന്ന് പറയും അവിടെ അതാണ് ഇതാണ് വലിയ പീഡയാണ് പ്രയാസമാണെന്നൊക്കെ ഇല്ലേ. ഞാൻ നോക്കിയിട്ട് ഒന്നും കാണില്ല. ചില വീടിൽ പ്രയാസമുണ്ട്, പക്ഷെ അത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല. RSSകാർ എഴുന്നേറ്റപ്പോഴും തുടങ്ങിയതല്ല. ചിലരൊക്കെ പറഞ്ഞ് പരസ്യത്തിന് പോയപ്പോൾ ബഹളം ഉണ്ടാക്കി കല്ലെടുത്ത് എറിഞ്ഞു എന്നൊക്കെയാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ആ കാലത്ത് പരസ്യവും നടത്തിയപ്പോഴും അവർ കല്ലെറിഞ്ഞത്. അന്ന് നടന്നതിൽ ഒട്ടും കൂടുതലൊന്നും. അന്നാ കൂടുതൽ ബഹളം ഉണ്ടായി. അന്നാ കൂടുതൽ പേര് തല്ലുകൊണ്ട്. അന്ന് എത്ര പേര് സ്നാനപ്പെട്ടപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിച്ചെന്ന് അടിച്ചു. സ്നാനപ്പെടുത്തിയ ഭാഷന്മാരെ അടിച്ചു. ഇപ്പോഴൊന്നും അല്ലേ തുടങ്ങിയത്. അതുകൊണ്ട് ഇപ്പോഴേതാണ്ട് പീഡയെന്ന് ആരും പറയരുത്. സത്യത്തിന്റെ പ്രവർത്തനം എവിടെ നടക്കുമോ അവിടെ ശത്രു എതിർക്കും എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ ആരെങ്കിലും എഴുന്നേറ്റോളട്ടെ, അവരെയാണ് പലരും നോക്കുന്നത്. ഞാൻ സ്വർഗീയ സൈന്യത്തെ പലരും നോക്കാറില്ല. ഞാൻ ദൈവത്തിന്റെ സൈന്യം ഇവിടെ ഉണ്ട്. ഈ സൈന്യം ആരാ? ഇവരെ എന്തുകൊണ്ട് ദൈവം സൈന്യം എന്ന് വിളിച്ചു? ലോകം അത് വിളിച്ചില്ല. ഫറവോൻ അത് പറഞ്ഞില്ല. ഫറവോൻ പറയുന്നത് കഴിവില്ലാത്ത, ആയുധമില്ലാത്ത, സൈന്യമില്ലാത്ത കുറെ ആളുകളുണ്ട്. പക്ഷേ അവന്റെ ആ അഭിപ്രായ ചിന്താഗതി തെറ്റിപ്പോയി. സ്വർഗത്തിലെ ദൈവം അവരെ ഒരു സൈന്യമായിട്ട് തന്നെ കാണുവാൻ ഇടയായി. എന്തുകൊണ്ടാണ് അവരെ സൈന്യം എന്ന് വിളിച്ചത്? അതിനൊന്നിന്റെ കാരണങ്ങൾ ഇവിടെ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒരു ദിവസം ദൈവം മോശയെ വിളിച്ച് മോശയോട് പറഞ്ഞു, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് എന്റെ ജനത്തെ എന്നെ ആരാധിപ്പാൻ വിട്ടയക്കാം എന്ന് പറയും. ദൈവം ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇതാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ ഇവിടെ വേണം. ഈ ജനം അടിമകളാണ്. അതുകൊണ്ട് അവർക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളത്തിൽ ഒരാഗ്രഹമുണ്ട്, അവർക്ക് പോയി ആരാധിക്കുകയാണ്. ദൈവം പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഇന്നും ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങുകയാണ്. ദൈവത്തിന് ഒരു കൂട്ടം ജനത്തെ വേണം. എന്തിന്? ദൈവത്തെ ആരാധിപ്പാൻ. ദൈവത്തിന് മറ്റു പല കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഒരു കൂട്ടം ദൈവത്തിന് ആവശ്യമില്ല. വേഷവിധാനങ്ങൾ ദൈവത്തിന് ആവശ്യമില്ല. ചടങ്ങുകൾ ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ ദൈവത്തിന് ആവശ്യമുള്ളത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ്. സ്തോത്രം. ദൈവം അവരെ നോക്കും. ആ ശബ്ദം മുഴക്കും. ദൈവം പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടേ. നിങ്ങൾ അതിന്റെ 3-ാം അധ്യായം ഇപ്പോഴത് എടുക്കണമെന്നില്ല. പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. മുന്നോട്ട് പഠിച്ചു വന്ന
പറഞ്ഞിട്ടുണ്ട്. 7 എന്നുള്ളത് പൂർണ്ണതയാണ്. ദൈവം 1 2 പ്രാവശ്യം പറഞ്ഞിട്ടങ്ങ് വിട്ടുകളഞ്ഞില്ല. ദൈവത്തെ ആരാധിക്കണമെന്ന് 7 പ്രാവശ്യം അവർ ആവർത്തിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആരാധനയ്ക്ക് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം നാം മനസ്സിലാക്കുക. നാം ഒരു ചടങ്ങിന് വേണ്ടി എവിടെയെങ്കിലും കൂടുന്നവരാണെങ്കിൽ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ആരാധിക്കുന്നവരാണ്. ആരാധന എന്തെന്ന് വിവരിക്കുവാനും സമയമില്ല. ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതായ ആരാധന, ദൈവത്തെ എത്തിപ്പിടിക്കുന്നതായ ആരാധന, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും നമ്മുടെ ശബ്ദം ദൈവത്തിന്റെ സിംഹാസനത്തെ ഇളക്കുകയും ചെയ്യുന്ന ആരാധന. അവിടെ ഇവിടെയും എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, ആരാധിക്കുന്നു എന്നുള്ളത്. എന്നാൽ ആരാധനയ്ക്ക് വേണ്ടി ഈ കേട്ടപ്പോൾ അവർ തീരുമാനിച്ചു, ഞങ്ങൾ പോയി ദൈവത്തെ ആരാധിക്കും. പക്ഷെ ഫറവോൻ പറഞ്ഞു, വിടുകയില്ല, ഞാൻ നിങ്ങളെ വിടുകയില്ല. ഈ ജനം പറഞ്ഞു, ഞങ്ങൾക്ക് പോയി ആരാധിക്കണം. ഫറവോൻ പറഞ്ഞു, വിടുകയില്ല. ദൈവം തന്റെ ജനത്തിന് വേണ്ടി പോരാടുവാൻ തുടങ്ങി. ആ ചരിത്രം നമുക്കറിയാം. ദൈവവും ഫറവോനുമായി പോരാടുവാൻ തുടങ്ങി. പോരാട്ടം ഫറവോനും ഇസ്രയേലുമായിട്ടായിരുന്നില്ല. ഇസ്രയേൽ ജനം ശാന്തമായി അവിടെ നിൽക്കുകയായിരുന്നു. ദൈവം ഫറവോനോട് പോരാടാൻ തുടങ്ങി. ഒന്നിനു പുറകെ ഒന്നായി ബാധകളെ അയച്ചു. ഈ സമയത്ത് നടന്നായ ഒന്നിന്റെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. കാരണം എന്തെന്നറിയാം? ആദ്യം ഫറവോൻ പറഞ്ഞു, ഞാൻ അവരെ വിടുകയില്ല. അവർ പറഞ്ഞു, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾക്ക് പോയി ആരാധിക്കണം. ആരാ ജയിച്ചത്? ആരാ വിട്ടുവീഴ്ച ചെയ്തത്? ഇതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നിങ്ങളിതിന്റെ 8-ാം അധ്യായത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, ആരാ? ഫറവോൻ പറഞ്ഞു, ഞാൻ വിടുകയില്ല. ജനം പറഞ്ഞു, ഞങ്ങൾ പോയി ആരാധിക്കും. കുറെ ദൈവം ഇടപെടുവാൻ തുടങ്ങി. ഒടുവിൽ വിട്ടുവീഴ്ച ചെയ്തത് ആരാണ്? ഇസ്രായേൽ ജനമല്ല, ഫറവോനാണ്. സ്തോത്രം. ഇവിടെ വിട്ടുവീഴ്ച ചെയ്യുന്നത് ദൈവജനമല്ല, സാത്താനും ലോകവും. ദൈവജനം വിട്ടുവീഴ്ച ചെയ്യേണ്ടവരല്ല, ദൈവജനം ഉറച്ചു നിൽക്കേണ്ടവരാണ്. അവർക്ക് വേണ്ടിയ സ്വർഗം പ്രവർത്തിക്കുന്നത്. ആരാ ദൈവത്തിന്റെ സൈന്യം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയും. അതിന്റെ 25-ാം വാക്യത്തിൽ ഫറവോൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ദേശത്ത് വെച്ച് തന്നെ ആരാധിച്ചുകൊള്ളുക. ഒടുവിൽ 28-ാം വാക്യത്തിൽ വരുമ്പോൾ പറഞ്ഞു, ഈ ദേശത്ത് വെച്ച് ആരാധിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ പോകുക, പക്ഷെ അതിദൂരത്ത് മാത്രം പോകരുത്. 2 കാര്യം. എവിടെ ആരാധിക്കണം എന്നുള്ളത് ഫറവോൻ അവരോട് പറയുകയാണ്. അവര് പറഞ്ഞു കാണും, ഞങ്ങൾ എവിടെ ആരാധിക്കണമെന്ന് പറയുവാൻ ഫറവോനെ നിനക്കെന്ത് അവകാശം? ഞങ്ങൾ എവിടെ ആരാധിക്കണമെന്ന് ഞങ്ങളുടെ ദൈവം, ആരാധ്യനായ ദൈവം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. ആ ശബ്ദം ഞങ്ങൾ കേട്ടു. 3 ദിവസത്തെ വഴി പോയി മരുഭൂമിയിൽ അവനെ ആരാധിക്കുക എന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞു. ഇനി ഫറവോന്റെ ആലോചന ഞങ്ങൾക്ക് ആവശ്യമില്ല. മനസ്സിലാകുമോ? ലോകത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആ ജനത്തെ സാത്താൻ വഞ്ചിക്കാറുണ്ട്. അവൻ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അവന്റെ ശബ്ദമല്ല നാം കേൾക്കേണ്ടത്. നാം കേൾക്കേണ്ടത് ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരുടെ ഒരു മനുഷ്യന്റെ അഭിപ്രായം ആവശ്യമില്ല, ഒരു നേതാവിന്റെയും അഭിപ്രായം ഇവിടെ ആവശ്യമില്ല. ദൈവം തന്നെ വചനത്തിൽ എവിടെ ആരാധിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫറവോൻ പറഞ്ഞു, ഈ ദേശത്ത് വെച്ച് തന്നെ ആരാധിച്ചു. അവർ പറഞ്ഞു, നീ അല്ല പറയേണ്ടത്, ആരാധ്യ പുരുഷൻ ദൈവമാണ്, അവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അവൻ പറഞ്ഞു, ഇന്നടുത്ത് ആരാധിക്കും. ഇല്ല, അവൻ പറഞ്ഞു, ഞാൻ അല്പം വിട്ടുവീഴ്ച ചെയ്യാം.
എപ്പോ വേണമെങ്കിലും എനിക്ക് പിടിച്ചോണ്ട് വരാവുന്ന സ്ഥലം. ഇതൊക്കെ ഒരു വലിയ പ്രശ്ന വിഷയമാണ്. പക്ഷെ അതിലേക്ക് അതിൽ ഞാൻ കടക്കുകയല്ല. സാത്താന്റെ വഞ്ചനയ്ക്ക് വിധേയരായി ആരാധന സാത്താന്റെ സ്ഥലത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുക, അഥവാ ഫറവോന്റെ രാജ്യത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ചിലർ അല്പവും നിറങ്ങും, ദൂരെ പോകുന്നു. ദൈവം എന്ന് പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞു സത്യത്തിലും ആത്മാവിലും ആരാധന. സത്യ നമസ്കാരി, സത്യ ആരാധനക്കാർ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. സ്തോത്രം. സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് ഞാൻ നിങ്ങളുമല്ല, നമ്മെ ഉപദേശിക്കേണ്ടത് മനുഷ്യരാണ്, സ്വർഗത്തിലെ ദൈവം. അതിഥോർത്ത് പോകരുത്. കാരണം എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങാം. നമ്മളെ നാട്ടിൽ പറയുമല്ലോ, കയ്യാലപ്പുറത്തെ തേങ്ങാ പോലെ ഇരിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസമൊക്കെ ഉണ്ട്, കാര്യമൊക്കെ ശരിയാ. എവിടെ തരം പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പുറത്തോട്ട് വീണമെങ്കിൽ ഇപ്പുറത്തോട്ട് വീണേക്കാം, അപ്പുറത്തോട്ട് വീണമെങ്കിൽ അപ്പുറത്തോട്ട് വീണേക്കാം. അതുകൊണ്ട് എങ്ങുമല്ലാത്ത പരുവത്തിന് നിൽക്കുന്നതായ ആളുകളുണ്ട്. അവർ അധികം നിൽക്കാൻ പോകുന്നില്ല. പറവൻ അവരെ തിരിച്ചു പിടിക്കും. അവൻ പറഞ്ഞു അതിനകത്ത് മാത്രം പോകരുത്. എന്നാൽ ഈ ജനം പറഞ്ഞു, ഇല്ല ഇല്ല, നീ പറയുന്നതല്ല ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരല്ല. സ്തോത്രം. വിട്ടുവീഴ്ച ചെയ്യുന്ന ആരെങ്കിലും ആരാധനയുടെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ ദൈവത്തിന്റെ സൈന്യത്തിൽപ്പെട്ടവരല്ല, ദൈവത്തിന്റെ സൈന്യത്തിൽ കൊള്ളാവുന്നവരുമല്ല. ഈ ലോകത്തിലെ സൈന്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കൊള്ളുമോ? നിശ്ചയമായും ഈ ലോകത്തിന്റെ സൈന്യത്തിൽ അവരെ വെച്ചേക്കുകയില്ല. സ്വർഗീയ സൈന്യത്തിൽ എങ്ങനെയുള്ളവരെ ഈ വെച്ചേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. സ്തോത്രം. അങ്ങനെ ദൈവം പറഞ്ഞ മരുഭൂമിയിൽ. മരുഭൂമിയിലാണോ ആരാധിക്കേണ്ടത്? അതെ. അയ്യോ, അത് പ്രയാസമല്ലേ? അവിടെ എന്തോ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ അധികമൊന്നും കാണത്തില്ല. ഇവിടെ മിസ്രൈമിൽ വെച്ച് ആരാധിച്ചാൽ എന്തൊക്കെയാ അവിടെ? വെള്ളരിക്കായും വെള്ളുള്ളിയും ചുറ്റുള്ളിയും ചീരുള്ളിയും അതും ഇതും എല്ലാം അവിടെ ഉണ്ട്. ഇതെല്ലാം കുറച്ച് തിന്നുകൊണ്ട് അവിടെ ആരാധിക്കുക. അല്ല, മരുഭൂമിയിൽ പോയാൽ എന്തോ ഉണ്ട്? അവിടെ ചെന്ന് നോക്ക്. അവിടെ പോയി ആരാധിച്ചവരോട് ചോദിക്കുക അവിടെ എന്തെല്ലാം ഉണ്ടെന്ന്. മരുഭൂമിയിൽ എന്തുണ്ടെന്ന് അറിയാമോ? ചീച്ചുള്ളിയും ചീരുള്ളിയില്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം ഭക്ഷിപ്പിക്കുന്ന മന്ന അവിടെ. സ്തോത്രം. വീഞ്ഞും മദ്യവും അവിടെ ഇല്ല, പക്ഷെ പാറയിൽ നിന്ന് പുറപ്പെട്ടതായ വെള്ളം അവിടെ. ആ മന്ന ഭക്ഷിച്ച് ആ വെള്ളവും കുടിച്ചുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അതാണ് സത്യത്തിൽ ആത്മാവിലുള്ളതായ ആരാധന. ആമേൻ. വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. സ്ഥലത്തോടുള്ളതായ ബന്ധത്തിൽ വിട്ടുവീഴ്ച കഴിഞ്ഞിട്ട് ഇനിയും അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫറവോൻ അല്പം കൂടെ അയഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഫറവോൻ സ്ഥലത്തെ കുറിച്ചല്ല പറയുന്നത്, ഇവരെ മരുഭൂമിയിൽ പോയേ ആരാധിക്കുകയുള്ളൂ എന്ന് തീർത്തു പറഞ്ഞു കഴിഞ്ഞു. ഒട്ടും വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഫറവോൻ അതെ ചിന്താഗതി കാലൊന്ന് മാറ്റി ചവിട്ടിക്കൊണ്ട് അവൻ പറയുകയാണ്. ഇനിയും അതിന്റെ 9-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ പോകേണ്ടുന്നവരാരെല്ലാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ പറഞ്ഞത് ആരാധിക്കേണ്ട സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അവർ പറഞ്ഞു പോകേണ്ടവരാരെല്ലാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ ഭാഗത്ത് 11-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പുരുഷന്മാർ പോയി ആരാധിച്ചുകൊള്ളുക എന്നൊക്കെയാണ് പറയുന്നത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇവിടെ നിന്നോട്ട് പറഞ്ഞാൽ അവനറിയാം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ ഇവിടെ വിട്ടേച്ച് പോയിരുന്നാൽ 3-ാം പക്കം അവർ തിരിച്ചു വരും. എന്നാൽ അവരെ സമ്മതിച്ചില്ല. തുടർന്ന് താഴോട്ട് വരുന്നതായി ആ സമയത്ത് വീണ്ടും ഇവിടെ കാണുവാനായി കഴിയുന്നതിന്റെ 24-ാം വാക്യത്തിലാണ്. അവിടെ 2 കാര്യമാണ് അവൻ പറയുന്നത്. ഒന്ന്, നാം കണ്ടു കഴിഞ്ഞു, നിങ്ങൾ പുരുഷന്മാർ പോയി ആരാധിക്കുക. രണ്ടാമത് അവൻ പറയുന്നത്, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എല്ലാവരും കൂടെ പോയിക്കോ, നിങ്ങളുടെ സമ്പത്ത് കൂടെ വിട്ടേക്കും. സമ്പത്ത് വിട്ടാൽ അവിടെ ചെന്ന് ആരാധിക്കാനായിട്ട് യാഗം കഴിക്കാൻ ആടിനെയൊക്കെ നോക്കുമ്പോ കാണത്തില്ല, ആരാധന നടക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാറിപ്പോയാൽ പോരാ, ഉറച്ചു നിന്ന് ദൈവത്തിന്റെ ശബ്ദം അതുപോലെ അനുസരിക്കുന്ന വ്യക്തികളെയാണ് ദൈവത്തിന് വേണ്ടത്. 26-ാം വാക്യത്തിൽ അവർ പറഞ്ഞതാണ്, ഒരു കുളം പോലും ശേഷിച്ചുകൂടാ. സ്തോത്രം. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാതെ ഉറച്ച് നിന്നതിന്റെ
വിട്ടുവീഴ്ച ചെയ്തു പോകുന്ന ആളുകളുണ്ട്. വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവർ, ആരാധനയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതിന്റെ തെളിവ് 12-ാം അധ്യായത്തിൽ chapter 12 and verse 32 അവിടെ കാണുന്നത് എങ്ങനെയാണ്? അത് മാത്രം ഞാൻ വായിക്കാം. ഫറവോൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ പൊയ്ക്കൊള്ളുക. നിങ്ങൾ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ അല്ല. സ്തോത്രം. എനിക്ക് സൈന്യമുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇതൊന്നുമില്ല. ഞാൻ വിചാരിച്ചു നിങ്ങളെ പിടിച്ചു നിർത്താമെന്ന്. പക്ഷേ നിങ്ങൾ ധൈര്യമുള്ളവരാണ്, നിങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. എന്റെ സൈന്യത്തെ കണ്ട് ഭയപ്പെടുന്നവരല്ല. നിങ്ങൾ വിശ്വാസത്താൽ മുന്നോട്ട് പോകാൻ ഉറച്ചു നിൽക്കുന്നവരാണ്. ആകയാൽ ഇനി വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാവുകയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ പൊയ്ക്കൊള്ളുക. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന, വിശ്വാസത്തിൽ സംശയിച്ചും അവിശ്വസിച്ചും ഭയപ്പെട്ടും ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ വചനം പറയുന്നത് പോലെ നിങ്ങൾ അവരുടെ പക്ഷമല്ല, അവർ നിങ്ങളുടെ പക്ഷം ചെയ്യും. നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എവരാണ് ദൈവത്തിന്റെ സൈന്യം? എവരാണ് ദൈവത്തിന്റെ സൈന്യം? അവർക്ക് ലോകത്തിൽ ആയുധമില്ല, ലോകത്തിൽ പടയാളികളില്ല, ലോകത്തിൽ അവർക്കൊരു സൈന്യാധിപതിയുമില്ല. എന്നാൽ സ്വർഗം അവരെ ആദരിച്ചു, സ്വർഗം അവർക്ക് വേണ്ടി എഴുന്നേറ്റു, സ്വർഗം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവൻ നായകനായി. ദൈവത്തെ സ്തുതിക്കാമോ? രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോടുള്ളവർ. നിങ്ങൾ ഈ സൈന്യത്തിൽപ്പെട്ടവരാണ്. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചിലരെ ആ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കും. അന്ത്യം വരെ നിലനിൽക്കുന്നത് അവരാണ്. മറ്റുള്ളവർ വഴി വീഴുപോകും. പകൽ നിൽക്കുന്നവർ, ധൈര്യമില്ലാതെ നിൽക്കുന്നവർ, സത്യത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്നവർ, വിശ്വാസത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്നു. പാതിരി വഴിയിൽ വീഴുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവർ ഒരു സൈന്യമായി ഉണ്ട്. മുമ്പേ രാമദാസിനോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ അവരങ്ങനെ ചെയ്തു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുക. ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ആരെങ്കിലും കണ്ടുകൊണ്ടിറങ്ങിയവരാണെങ്കിൽ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിറങ്ങി. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അബ്രഹാമിന്റെ ശബ്ദം കേട്ടിറങ്ങി ലോത്ത്. അബ്രഹാം ദൈവത്തെ പിൻപറ്റി, ദൈവത്തെ പിൻപറ്റി അബ്രഹാമിനെ ലോത്ത് പിൻപറ്റി. രണ്ടുപേരും രണ്ടു വഴിയിൽ ചെന്ന് അവസാനിച്ചു. ലോത്ത് നാശത്തിലേക്ക് പോയി, അബ്രഹാം നിത്യ സൗഭാഗ്യത്തിലേക്ക്. ഉറച്ചു നിൽക്കാൻ രാത്രി തീരുമാനിച്ചു. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം, എന്നാൽ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ സൈന്യം ഇങ്ങനെ ഒരുമിച്ച് വന്നപ്പോൾ പ്രയാസം തീർന്നോ? ഇല്ല. അവർ ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ മുൻപിൽ ചെങ്കടൽ, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരെ പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും പിന്നാലെ വന്നു. ഫറവോൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വിചാരിച്ചു? എന്നെ വിട്ടു പോകാമെന്ന് വിചാരിച്ചോ? സാധ്യമല്ല. ഇവിടെ ചെങ്കടലുണ്ടെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടായെന്ന് എനിക്കറിയാം. നിങ്ങൾ പോയാൽ ഇവിടം വരെ പോകുകയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ ഫറവോനെ, നിന്റെ അറിവല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവർത്തനം. സ്തോത്രം. അവൻ പറയുകയാണ്, ഇല്ല ഇല്ല, ഞാൻ നിങ്ങളെ പിടിക്കും. ഈ ജനം നിലവിളിക്കാൻ സന്ധ്യയാകും, രാത്രി മുഴുവൻ, രാത്രി മുഴുവൻ. ഇവിടെ രാത്രിയിൽ എന്തെല്ലാമാണ് നടന്നത് നമുക്ക് നോക്കാം. 4 കാര്യങ്ങൾ രാത്രിയിൽ നടക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ രാത്രിയുടെ അനുഭവങ്ങൾ ധാരാളമുണ്ട്. എന്റെ ജീവിതത്തിൽ രാത്രിയുടെ അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ രാത്രിയുടെ അനുഭവങ്ങൾ ഉണ്ടാകും.
ശത്രുവിന്റെ അട്ടഹാസം. ശത്രുവിന്റെ അട്ടഹാസം. അവൻ പറയുകയാണ്, നിങ്ങളെ ഞാൻ പിടിക്കും, നിങ്ങൾക്ക് രക്ഷയില്ല, ഇനി ഒരു ചൂട് മുന്നോട്ട് വെക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ മുന്നോട്ടിറങ്ങിയാൽ നാശം, നിന്നാൽ നാശം. ഞാൻ നിങ്ങളെ പിടിച്ചാൽ വീണ്ടും അടിമകളാക്കാൻ പോവുകയാണ്. ഓ, ആ രംഗത്തൊന്നും നിന്ന് നോക്കണം, അപ്പോഴേ അറിയത്തുള്ളൂ. അവനങ്ങ് അട്ടഹസിക്കുകയാണ്. ഓ, നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ ദൈവം വലിയവനാണെന്ന്? നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന്? നിങ്ങളെ അങ്ങ് കൊണ്ടുപോകുമെന്ന്? ദൈവം പറഞ്ഞതൊന്നും നടക്കാൻ പോകുന്നില്ല. ദൈവം പറഞ്ഞ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളെ പിടിക്കാൻ പോവുകയാണ്. ശത്രുവിന്റെ അട്ടഹാസം. ആ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഒന്നുണ്ട്, ദൈവജനത്തിന്റെ നിലവിളി. ദൈവജനം അറിയാതെ നിലവിളിച്ചു പോകുന്നതായിരുന്നു. കാരണം അവർക്ക് മുന്നോട്ട് പോകുന്ന വഴിയും കാണാൻ വയ്യ, പുറകിൽ നിൽക്കുന്ന ശത്രുവിനെ കാണുകയും ചെയ്യാം. രാത്രിയുടെ യാമമാണ്, മറ്റൊന്നും അവർ കാണുന്നു. അവർ ദൈവത്തോട് നിലവിളിച്ചു, ദൈവം അനങ്ങുന്നില്ല. ഇങ്ങനെയുള്ള അനുഭവത്തിൽ നിങ്ങളായിട്ടുണ്ടോ? സ്തോത്രം, സ്തോത്രം. മൂന്നാമത്തേത് എന്താണെന്ന് അറിയാം? ആരും അറിയാതെ ഉള്ള ദൈവത്തിന്റെ പ്രവർത്തനം. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? 21-ാം വാക്യം, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തികളുടെ കിഴക്കൻ കാറ്റ് അടിപ്പിച്ചുകൊണ്ട്. ഇസ്രായേലിന് അറിഞ്ഞുകൂടാ, പറവെന്ന് പറയും. പക്ഷെ ദൈവം ഒരു കാറ്റിങ്ങനെ അടിപ്പിച്ചു. എന്തിന്? എന്തിന്? ചെങ്കടലിൽ ഒരു പാത ഒരുക്കുവാൻ. സ്തോത്രം. രാത്രി മുഴുവൻ അട്ടഹാസം. ദൈവജനത്തിന്റെ നിലവിൽ ദൈവം കാറ്റടിച്ചു. നാലാമത്തെ ഞാൻ പിന്നീട് പറഞ്ഞു. ഇതുപോലെയുള്ളതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? ചിലപ്പോൾ നാം അറിയാതെ നിലവിളിച്ചു. അന്ധകാരശക്തി വല്ലാതെ മൂടുന്നതായ രംഗങ്ങളിൽ നാം വല്ലാതെ നിലവിളിക്കും. ശത്രുവാട്ട ഞാൻ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം. നിങ്ങൾ പലർക്കും അറിയാനില്ല. ഞാൻ തളർന്നു വീണതായ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു വഴിമധ്യയായിരുന്നു. ഞാൻ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അതിനിടയ്ക്കാണ് എൻ്റെ ഭാര്യയുടെ ഒരു രൂപത്തിൽ കയറിയപ്പെട്ടത്. അരമണിക്കൂറിനകം എൻ്റെ ശരീരം മുഴുവൻ തളർന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. അവിടെ അന്നേരം പ്രാർത്ഥിക്കാൻ ആരുമില്ല. വിവരം പറഞ്ഞ് ആരെങ്കിലും വരണമെങ്കിൽ ഞാൻ ഇവിടെയാണെന്ന് ആർക്ക് വന്നു? എന്നെ അന്വേഷിച്ചാൽ തിരുവനന്തപുരത്തല്ലേ അന്വേഷിക്കേണ്ടത്? അവിടെയൊക്കെ പെട്ടെന്ന് എല്ലാം അന്ധകാരം. ഒരു വല്ലാത്ത അനുഭവം, വല്ലാത്ത അനുഭവം ഉണ്ടായാൽ നിലവിളിക്കുമോ? ചിലർ പറഞ്ഞേക്കും, ഓ അങ്ങനെ പറയുന്ന ബലഹീനതയാണെന്ന്. ഞാൻ പറയാൻ അല്ല, ഞാൻ നിലവിളിച്ചു. കാരണം എന്താ? എന്തെന്ന് അറിഞ്ഞുകൂടാ, എന്താ സംഭവം അറിഞ്ഞുകൂടാ, എന്താ ശാരീരികമായി ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അനങ്ങാൻ പാടില്ല. അവിടെ വേറെ ആരെങ്കിലും സഹായിക്കാനില്ല. ഒന്ന് തിരിയണമെന്ന് വരിക വേറെ ആൾ വേണം. ആകെ വിഷമിച്ചു നിലവിളിക്കുന്ന ഞാൻ. എന്നാൽ മറുഭാഗത്ത് ശത്രുവിന്റെ അട്ടഹാസം കേൾക്കാമായി. ഇന്നും ഞാൻ ഓർക്കുന്നു, ഞാൻ പലയിടത്തത് പറഞ്ഞിട്ടുണ്ട്. ആദിവേദനയിൽ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കൂടെ വേറെ ആരുമില്ല. വല്ലാത്ത അനുഭവം. അപ്പോഴാണ് അല്പം ഒന്ന് കണ്ണടച്ചാൽ സാത്താനും അവന്റെ ദൂതന്മാരും കൂടെ നിന്ന് നൃത്തം ചെയ്യുകയാണ്. ഇന്നും ആ ശബ്ദം എന്റെ കേൾക്കാൻ കഴിയും. പറയുകയാണ്, കണ്ടോ, തീർന്നു തീർന്നു. ദൈവത്തിന്റെ വാഗ്ദത്തമൊക്കെ എവിടെ? ഇതിന്റെ പ്രസംഗമൊക്കെ എവിടെ? ഇനി അങ്ങനെ എഴുന്നേക്കാൻ പോകുന്നില്ല, തീർന്നു. ഒരു ദിവസം മുഴുവൻ ഇതുപോലെയുള്ളതായ അനുഭവമായി. ശത്രുവിന്റെ അട്ടഹാസം, ദൈവജനത്തിന്റെ നിലവ്. സ്തോത്രം, സ്തോത്രം. ചിലർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണം ചിലർക്ക് ഇതിനകം ഉണ്ടായി കാണും, ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നു വരാം. എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുക. സാത്താനോട് ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്.
പല വിഷയങ്ങൾ പ്രസംഗിക്കുമായി. ദൈവം വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് നൽകിയതായ വാഗ്ദാനങ്ങളെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമായി. അത് പൂർത്തിയാകുന്നത് വരെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് ഞാൻ ശക്തിയോടെ പറയുമായിരുന്നു. ഞങ്ങൾ പലർക്കും അറിയാം, ഞങ്ങളുടെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അന്ന് വരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച അനേകർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ വർഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. ഒടുവില് ഞങ്ങൾ പ്രാർത്ഥിച്ചത് പറ്റുകയില്ല, ഞങ്ങൾക്കും തന്നെ മതിയാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 77 ഒക്ടോബർ മാസത്തിൽ ഒരു യോഗത്തിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് കർത്താവിന്റെ ദാസനിലൂടെ അന്യഭാഷാ വ്യാഖ്യാനത്തിലൂടെ പറഞ്ഞു, ഒരു സാന്ദ്രിയെ കാണും. ഞങ്ങൾക്ക് സന്തോഷം. ഞാൻ അധികം ദൈവത്തെ സ്തുതിച്ചു, പോയതൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 78 മാർച്ചിൽ തളർന്നു. സാത്താൻ ചോദിച്ച ചോദ്യം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എവിടെ ദൈവത്തിന്റെ വാഗ്ദത്തം എവിടെ? ഇനിയാണോ നിനക്ക് വയസ്സുണ്ടാകാം? അട്ടഹാസം ഒന്ന് മുഴങ്ങി. എന്നാൽ നിങ്ങൾക്കറിയാമോ, ആ രാത്രി ദൈവം കാറ്റടിപ്പിക്കുക. ആരും അറിയാം, നാം അറിയുകയില്ല. ഈശ്വരനും അറിഞ്ഞില്ല, ഞങ്ങളും അറിഞ്ഞില്ല. പക്ഷെ ദൈവം അതൊക്കെ കാറ്റടിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ദൈവം പല സ്ഥാനങ്ങൾ പലരെ തട്ടിക്കൊണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാ. ദൈവത്തിന്റെ ആത്മാവ് പലരെ തട്ടിക്കൊണ്ട് ഞങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങളെ അന്വേഷിച്ചാൽ തിരുവനന്തപുരത്ത് അന്വേഷിക്കുക. ഞങ്ങളിടയ്ക്ക് ഒരു ദിവസം ഈ കൊല്ലത്തിനടുത്തുള്ളതായ ഈ സ്ഥലത്ത് പോയി കിടക്കുന്നു ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ അടുത്ത ദിവസം ഉച്ച തിരിഞ്ഞിരുന്ന് ഏകദേശം ഒരു 4 മണിയായി കാണും. 2 സഹോദരിമാർ പതുക്കെ അവർ വന്ന് ജനലിൽ കൂടെ നോക്കിയേച്ചു. ഞങ്ങൾ കണ്ടതല്ലേ. എന്താ കണ്ടത്? അന്ന് രാത്രി തലേ രാത്രി അവര് കിടന്നുറങ്ങുമ്പോൾ അതിൽ ഒരു സഹോദരിയോട് ദൈവമൊക്കെ ഒരു കാഴ്ച നൽകി, ദർശനം നൽകി. ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് തളർന്നു കിടന്നു. അവരെഴുന്നേറ്റു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ അറിയുന്നില്ല എന്താ കാര്യമെന്ന് അവർക്ക് അറിഞ്ഞുകൂടും. പക്ഷെ രാത്രി മുഴുവൻ അവർ പ്രാർത്ഥിച്ചു. എവിടെയാണ്? ദൈവാത്മാവരോട് പറഞ്ഞു, ഇല്ലട്ടി എന്നാ മതിയെന്ന്. അവർ രാവിലെ പുറപ്പെട്ടു. ഏതാണ്ട് 4-5 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ കിടന്ന ആ വീട്ടിലേക്ക് കടന്നു. ദൈവം കാറ്റടിപ്പിക്കുക. സ്തോത്രം. നിങ്ങൾ അറിയുന്നില്ലായിരിക്കും, നിങ്ങളൊരു പ്രയാസത്തിലാകുമ്പോൾ ദൈവം എത്ര പേരെ എവിടെയെല്ലാം തട്ടി ഉണർത്തി പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുമെന്നറിയാം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് വേണ്ടി കാറ്റടിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് 3-ാമത്തെ ദിവസം മലബാറിന്റെ വടക്കേ അറ്റത്ത് നിന്ന് ഒരാൾ കിടക്കുന്നു. അയാൾക്ക് ഞാൻ എവിടെയാണെന്ന് അറിഞ്ഞു. ഈ വിവരം ഒന്നും അറിഞ്ഞുകൂടും. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടക്കയിൽ വീണതായ ആ രാത്രി ദൈവം തനിക്കൊരു കാഴ്ച കൊടുത്തു. ഞാൻ ഇങ്ങനെ കിടക്കുന്ന എവിടെയാണ് തനിക്ക് അറിഞ്ഞുകൂടാ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് പോകണം. അയാൾക്ക് നിർബന്ധം പോകണം. പക്ഷെ എവിടാ പോകണമെന്ന് അറിഞ്ഞു. അയാൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അയാളിറങ്ങി ദൈവം തന്നോട് പറഞ്ഞതായ ട്രെയിനിൽ കയറി. ദൈവം തന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്താ പറഞ്ഞത്, ഞാൻ അവിടെ ആണെന്ന് അറിയാവുന്നു. കൊല്ലത്ത് വന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞ് അവിടെ ഇറങ്ങാൻ. അവിടെ ഇറങ്ങി ഒരു ബസ്സിൽ കയറാൻ ദൈവാത്മാവ് പറഞ്ഞു. അതിൽ കയറി. ഇതൊക്കെ യാഥാർത്ഥ്യ കെട്ടുകഥയൊന്നുമല്ല, ഇന്നും ആൾ ജീവിച്ചിരിപ്പോൾ. എവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അവിടെ ഇറങ്ങി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നടന്നു. വന്നപ്പോൾ ഞാൻ അവിടെ കിടക്കുന്നു. ദൈവം ഇതിൽ കൂടുതൽ പ്രവർത്തിക്കണം. ആരും അറിയാതെയുണ്ടോ? അതാണ് രാത്രി മുഴുവൻ കാറ്റടിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നത്. ഫറവോൻ അറിയുന്നില്ല. ഫറവോൻ പറയുന്നത്
നിങ്ങൾ ഒരു ചുവട് മുമ്പോട്ട് വെക്കുകയില്ല. ഇവിടെ വെച്ച് ഞാൻ പിടിച്ചു. ദൈവജനം പറയുന്നത് ഞങ്ങൾക്ക് രക്ഷയില്ല, മുൻപിൽ ചെങ്കടല, ഞാൻ സ്വർഗം കാറ്റടിപ്പിക്കുകയായിരുന്നു. എന്തിന്? അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള പാത ഒരുക്കുക. രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു പാത ഒരുക്കുക. അത് നിങ്ങൾ ഇന്ന് കണ്ടിട്ടില്ല, എന്നാൽ ആ പാത ഒരുക്കപ്പെടുകയാണ് യേശുവിന്റെ നാമത്തിൽ. അതിപ്പോഴേ കാണിക്കത്തുമില്ല. രാത്രിയുടെ യാമം പറയുന്ന അല്പം കട്ടിയാണല്ലേ. സ്തോത്രം. ഇത് മാത്രമല്ല, പല കാര്യങ്ങളും എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലുണ്ടായി. ഞാൻ ഒരിക്കലും മറക്കാത്തയിലെ അനുഭവങ്ങൾ. ഞാൻ ഒരിക്കൽ ജർമ്മനിയിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. അവിടെ ഞങ്ങൾക്കറിയാം ഭാഷ വലിയ പ്രയാസമാണ്. ഇംഗ്ലീഷ് അറിയാവുന്ന വളരെ ചുരുക്കമേ ഉള്ളൂ. തർജ്ജമ ചെയ്യാൻ ഒരാൾ കാണും. എന്നാൽ ഒരു വീട്ടിൽ ഞാൻ പാർക്കുകയായിരുന്നു. അവിടെ ഇംഗ്ലീഷ് അറിയാവുന്നവരാരുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. എന്നാൽ ഒരു ദിവസം എനിക്കതാൽപ്പ പ്രയാസമുള്ള വെച്ചു. ഒരു യോഗത്തിന് വൈകിട്ട് 6 മണിക്ക് എനിക്ക് എത്തണം. ഒരാളിനെ അവിടെ കൊണ്ടുപോയി നാക്കാമെന്ന് പറഞ്ഞു. അയാൾ ഞങ്ങൾ തമ്മിലൊന്നും സംസാരിക്കാൻ ഒക്കുകയില്ല, ഭാഷ അറിഞ്ഞു. പക്ഷേ ഏതോ കൺഫ്യൂഷൻ ഉണ്ടായി. എനിക്ക് അവിടെ എത്താൻ ഒക്കുകയില്ല എന്നുള്ളതായ ഞങ്ങൾക്ക് തോന്നിയത്. അത് മാത്രമല്ല, എൻ്റെ ജീവൻ അപകടത്തിലാകുമോ എന്നുള്ളതായ ഞങ്ങൾക്കും തോന്നിയത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ അങ്ങനെ ഒരിടത്ത് ഇരിക്കുമ്പോൾ വേറെ ഒരിടത്താണ് ചെന്നിറങ്ങിയെന്ന കാറിൽ നിന്ന് അയാൾ അവിടെ ഇരിക്കുകയാണ്. മറ്റേ സ്ഥലത്തേക്ക് പോകുന്ന അനുഭവ ദക്ഷിണമേ കാണുന്നു. ആയിരിക്കുമ്പോ പെട്ടെന്നത് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഓടി വന്ന് അറിയാവുന്ന ഭാഷയിലൊക്കെ അവർ കുറെ ജർമ്മനി പറയുമ്പോ കുറെ എനിക്ക് പിടി കിട്ടും. വന്ന് പറഞ്ഞ് കാറിനകത്തോട്ട് വേറെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോയി കയറി. കറക്റ്റ് ടൈമായപ്പോ അവിടെ എന്തോ ദൈവം പ്രവർത്തിച്ചു എന്ന് എനിക്കറിയാം. പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഏകദേശം 1.5 ആഴ്ചയായി, ഞാൻ അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. അവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ വന്ന ഒരു എഴുത്ത് റീഡയറക്ട് ചെയ്ത് എനിക്ക് അവിടെ കിട്ടും. ആ എഴുത്ത് അമേരിക്കയിൽ ഞാൻ 73 വന്നതായ സമയത്ത് ഒരു അമേരിക്കക്കാരനെ കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ അഡ്രസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്താണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന ദിവസം ഇന്ന സമയം നിങ്ങൾ ഏതോ പ്രയാസത്തിലായി എന്ന് ദൈവാത്മാവിനെ കാണിച്ചു. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നിങ്ങളെ വിടുവിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. പ്രാർത്ഥന നിർത്തി. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ദൈവം നിങ്ങളെ വിടുവിച്ചു എന്നറിയണം, പക്ഷെ അന്നേരം ഉണ്ടായ പ്രയാസം എന്താണെന്ന് എന്നെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരറിയുന്നു ദൈവം എവിടെയെല്ലാം പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ദൈവം ആരോടെല്ലാം പ്രാർത്ഥിക്കാൻ പറയുന്നത് നാക്കറിയാം. ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്തിൽ വെച്ച് അറിഞ്ഞേ വരികയില്ല. നിങ്ങൾക്ക് അപകടം ഉണ്ടാകേണ്ട സ്ഥാനത്ത്, അല്ലെങ്കിൽ അപകടത്തിൽ നിന്ന് രക്ഷിച്ച സ്ഥാനത്ത്, ശാരീരികമായി ക്ലേശമുണ്ടായി തകർന്ന സ്ഥാനത്ത്, ആരും അറിയാത്തപ്പോൾ അയ്യോ തകർന്നു പോയി എന്ന് തോന്നിയ സ്ഥാനത്ത് നിങ്ങൾ അത്ഭുതകരമായി ദൈവത്തിന്റെ കരസ്പർശനം അനുഭവിച്ച് എഴുന്നേൽക്കുവാനും വിടുവിക്കപ്പെടുവാനും മുന്നോട്ട് പോകുവാനും ഇടയായതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് രാത്രി മനസ്സിലാക്കുമോ? ദൈവങ്ങളെ സ്നേഹിക്കുന്നത് ആർക്കു വേണ്ടി? ദൈവത്തിന്റെ സൈന്യത്തിൽ ദൈവത്തെ വിശ്വസിച്ച് വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകുന്നതായി ജനത്തിന് വേണ്ടി സ്വർഗം പ്രവർത്തിക്കും. രാത്രിയുടെ അനുഭവം എന്തോ ശത്രുവിന്റെ അട്ടഹാസം. ഞാനത് പറഞ്ഞല്ലോ. സാധാരണ എന്നോട് ചോദിച്ചു, ദൈവത്തിന്റെ വാഗ്ദത്തം എവിടെ? നീ പറഞ്ഞല്ലോ എവിടെ? ഇന്ന് എന്നോട് ചോദിക്കൂ, ഞാൻ പറയാം ദൈവത്തിന്റെ വാഗ്ദത്തം എവിടെ. സ്തോത്രം. ദൈവം എന്നെ ആ രോഗത്തിൽ അത്ഭുതകരമായി സൗഖ്യമാക്കി. ഇനി അഥവാ മരിച്ചില്ലെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല എന്റെ ജീവിതം കൊണ്ട് എല്ലാവരും വിധി എഴുതി. പക്ഷെ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ സ്തോത്രം ഞാനൊരു പൈതലുമായി നടക്കുകയായി.
അതിന്റെ അടുത്ത വർഷം ആ പൈതൽ ഇവിടെ ഞാൻ കിടന്നു. അന്ന് തന്നെ 1 വയസ്സായിട്ടില്ല. ഞങ്ങൾ എപ്പോഴും പറയും ഈ ഡിട്രോയിറ്റിൽ വെച്ചാണ് മോൻ ആദ്യം നടക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ചത് ഇവിടെ വെച്ചാണ്. ഞാൻ ഓർക്കുന്നു, ഞാനന്ന് വിശാഖയ്ക്ക് അവിടെ ചെന്നപ്പോൾ അന്ന് വേറെ വഴിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി. ആളെൻ്റെ ഷെഡ്യൂൾ പ്രോഗ്രാമെല്ലാം എടുത്ത് നോക്കിയിട്ട് ചോദിച്ചു, ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് പോയി ആണോ ഈ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്? അങ്ങനെ അധികം പേര് പോയത് കണ്ടിട്ടില്ല. ആ പ്രോഗ്രാം കണ്ടപ്പോൾ 3 മാസത്തേക്ക് ഒരൊറ്റ ദിവസം ഒഴിവില്ലാതെ പോകും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കുഞ്ഞ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ ഇതേ ഉള്ളൂ. ഇങ്ങനെ അത്ഭുതകരമായിട്ട് അനേക പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ചതാണ്. അതുകൊണ്ട് ഇവനെയും കൊണ്ട് പോയി തന്നെ സാക്ഷിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അയാളെ മുഖത്തോട്ട് നോക്കിയിട്ട് അന്നേ മോനോടെ വീസായിരുന്നു. എന്താ ഞാൻ പറയുന്നതിന് കാരണമില്ല. ദൈവം എന്റെ ജനത്തിന് വേണ്ടി പിന്നെ സാധാരണ ചോദിക്കത്തില്ല. കാരണം അവന്റെ തലയെ തകർന്നു, അവന്റെ തലയെ ദൈവം തകർത്തു. എനിക്ക് പിന്നീട് അല്പം സംസാരിക്കാനൊക്കെയുള്ള കഴിവുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു മരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കില്ല. ഇപ്പോൾ മരിക്കില്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം ഇനി കിടക്കുന്ന ദൈവം. ഒന്ന് ഈ മകന്റെ അനുഭവമായിരുന്നെങ്കിൽ മറ്റൊന്ന് ഏതാണ്ട് എനിക്ക് 36 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഒരിടത്തിരുന്ന് പ്രാർത്ഥിച്ചത് ഞാൻ ഇപ്പോഴും കർത്താവിന്റെ ദാസനുമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് എനിക്ക് എല്ലാം പിടികിട്ടിയില്ല. ഞാൻ വളരെ ചെറുപ്പമാണ്. നിങ്ങൾക്കറിയാം, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ശാരീരികമായ വലിയ കഴിവില്ല, മറ്റ് യാതൊരു തരത്തിലും കഴിവില്ല. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞു, 5 ഭൂഖണ്ഡങ്ങളിൽ വായിക്കും. ഞാനത് വിശ്വസിച്ചു. അന്ന് ഞാൻ രോഗിയായി കിടക്കുമ്പോൾ 4 ഭൂഖണ്ഡത്തിലേ പോയിട്ടുള്ളൂ. അപ്പൊ ദൈവം അത്രയും നിർവഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇനിയും കിടപ്പുണ്ട്, ഞാൻ മരിക്കാൻ പോകുന്നില്ല. സ്തോത്രം. അത് കഴിഞ്ഞാണ് ദൈവം എന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് അയച്ചു. അതിനുശേഷമാണ് ഞാൻ കൂടുതൽ യാത്ര ചെയ്തത്, കൂടുതൽ പ്രസംഗിച്ചത്, കൂടുതൽ എഴുതിയത്. സ്തോത്രം. ശത്രു വിചാരിച്ചാൽ തകർക്കുവാൻ സാധ്യമല്ല. ദൈവത്തിനൊരു പരിപാടിയുണ്ട് എങ്കിൽ ആ പരിപാടിയെ തകർക്കുവാൻ സാത്താനോ ലോകത്തിലെ ഒരു ശക്തിക്കോ കഴിയുകയില്ല. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് അനുഭവിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ അത് അവകാശമാക്കുവാൻ കാര്യപ്പെടും. നാലാമത്തെ ഒരു കാര്യം കൂടെ അവിടെയുണ്ട്. ആ 4ാമത്തെ കാര്യം ഇതാണ്. ശത്രു സൈന്യത്തിന് പിന്നെ ഇസ്രയേൽ സൈന്യത്തിനും മധ്യേ ഒരു കോട്ട ദൈവം. എങ്ങനെ? മേഘസ്തംഭം മീതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. എന്നാൽ ഈ സമയമായപ്പോൾ ആ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന മേഘം പതുക്കെ പുറകോട്ട് വന്ന് താഴോട്ട് വന്ന് ശത്രുവിന്റെ അഭ്യാസം, ദൈവജനത്തിന്റെ നിലവിളി. പക്ഷേ ദൈവം കാറ്റടിപ്പിക്കുന്നു. ദൈവം ശാന്തമായി കാറ്റടിച്ചു. കുറച്ച് കഴിയുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ശത്രു വന്നപ്പോൾ അവരുടെ ഇടയിൽ ദൈവം വാതിലടച്ചു. ഫറവോൻ പറഞ്ഞു, അവരെ പിടിക്കും, നിങ്ങളെ ഞാൻ ഇപ്പോൾ പിടിക്കും. അവൻ കൈ നീക്കി. പക്ഷെ കൈ ചെയ്തിടിച്ചത് ഏതോ ഒരു വലിയ മതിലാണ്. അവൻ പറഞ്ഞു, അവരിവിടെ ഉണ്ടായിരുന്നല്ലോ, എന്റെ മുൻപിൽ ഉണ്ടായിരുന്നു, കൈയെത്തിയാൽ പിടിക്കാമായിരുന്നു. എവിടെ? അതേ ഫറവോനെ, നീ പറഞ്ഞത് ശരിയാ, പക്ഷെ ദൈവമാരെന്ന് നീ അറിഞ്ഞിട്ടില്ല. അവനാ വാതിലടച്ചു, അവനാ വഴി അടച്ചു കളഞ്ഞു. സ്തോത്രം. അവിടെ മറ്റൊരു കാര്യം കൂടെ കാണുവാൻ കഴിയുന്ന 20-ാം വാക്യത്തിൽ തന്നെ, അവർക്ക് അന്ധകാരം, ഇവർക്ക് പ്രകാശം. നാം രാത്രിയിലാവും, പക്ഷെ ഒരിക്കലും ദൈവം നമ്മെ ഇരുട്ടിലാക്കുകയില്ല. സ്തോത്രം, സ്തോത്രം. നാം രാത്രിയുടെ അനുഭവത്തിലാവും, പക്ഷെ ഒരിക്കലും ഇരുട്ടിലാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. രാത്രിയിലും
നമുക്ക് ചില പ്രത്യാശയുടെ കിരണങ്ങൾ കാണുവാൻ കഴിയും. അവന്റെ നേരിയ ശബ്ദം നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലേ? ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്തപ്പോൾ അവന്റെ ശബ്ദം നമ്മെ ധൈര്യപ്പെടുത്തിയില്ലേ? ഞാൻ എന്നോടുകൂടെയുണ്ട് എന്ന് പറയുന്ന ആ ശബ്ദം, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആ ശബ്ദം. എന്നാൽ അല്പം മുന്നോട്ട് പോകും. പ്രഭാതയാമം, പ്രഭാതയാമം. രാത്രി എന്നും അതുപോലെ തുടങ്ങി. പ്രഭാതയാമം, ആ സമയത്ത് ദൈവം എഴുന്നേൽക്കുന്നതായ സമയമാണ്. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിന്മേൽ നിന്നുകൊണ്ട് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. ദൈവത്തിന് ആയുധമൊന്നും വേണ്ട, ദൈവത്തിന് പടച്ചട്ടിയൊന്നും വേണ്ട, ദൈവത്തിന് കുതിരകളോ രഥങ്ങളോ വേണ്ട. ദൈവം ഒന്ന് നോക്കിയാൽ പലരും നിങ്ങൾക്ക് എന്തോ ഉണ്ട്, ലോകത്തിലൊന്നുമില്ല, ഞങ്ങൾ സ്വർഗത്തിലൊരു ദൈവം. ആ ദൈവം എഴുന്നേൽക്കേണ്ട സമയത്ത് എഴുന്നേൽക്കും. എപ്പോഴെഴുന്നേൽക്കണമെന്ന് അവനറിയാം. അവൻ എഴുന്നേൽക്കേണ്ട സമയം ഒരിക്കലും അവൻ താമസിച്ചു പോവുകയില്ല. ഒരുപക്ഷെ അവൻ നേരത്തെ വരികയില്ല, പക്ഷെ അവൻ താമസിക്കുകയില്ല. He will never be late. പ്രഭാതയാമത്തിൽ അവൻ എഴുന്നേറ്റു. അവൻ ശത്രു സൈന്യത്തെ നോക്കി. ഇവിടെ നോക്കിയത് ആര്? ദൈവജനത്തെ അല്ല. ദൈവജനത്തിന് വേണ്ടി അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞു. എന്നാൽ ശത്രുവിനെ അവൻ നോക്കി. ശത്രുവിന്റെ രഥങ്ങളെ താറുമാറാക്കി. അവൻ വല്ലാതെ വിഷമിച്ചു. എന്നിട്ട് അവർ പറയുകയാണ്, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം. അവരുടെ ദൈവം അവർക്ക് വേണ്ടി നമ്മോട് യുദ്ധം ചെയ്യും. നമുക്ക് നായകനുണ്ട്. നമുക്ക് വേണ്ടി ആ യുദ്ധം ചെയ്യുമെന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ? ആ യുദ്ധം ചെയ്യുമെന്ന് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കും. അവൻ ശത്രു സൈന്യത്തെ നോക്കും, അതിനെ തകർക്കും. ഇന്ന് രാത്രി നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ വിഷയം ഏതാണ്? നിങ്ങളുടെ ശത്രു ഏതാണ്? മാനസികമായ ശത്രു അല്ല. ഒരുപക്ഷെ ചിലർക്ക് അങ്ങനെയും ഉണ്ടായേക്കാം. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളെ അലട്ടുന്നതായ, നിങ്ങളെ വേദനിപ്പിക്കുന്നതായ, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ദുഷ്ടശക്തി ഏതാണ്? ചിലർക്ക് ഒരു രോഗമായിരിക്കാം, ചിലർക്ക് ജീവിതത്തിലുള്ളതായ മറ്റൊരു പ്രശ്നമായിരിക്കാം, ചിലർക്ക് കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം, ചിലർക്ക് സാമ്പത്തികമായ വിഷയമായിരിക്കാം, ചിലർക്ക് ജോലിയോടുള്ളതായ ബന്ധത്തിലുള്ളതായിരിക്കാം. ഏതായാലും ഇനി ആശയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളെ തകർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായ ഒരു ശത്രു ഇന്ന് നിങ്ങളുടെ മുൻപിലുണ്ടോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതത്തെ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഇന്ന് എനിക്ക് നല്ല ധൈര്യവും ദൈവം ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോവുകയാണ്. ചില അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഊഹാപോഹം പറയുകയല്ല. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രസംഗം ചെയ്തിട്ട് പോകാൻ അല്ല ഞാൻ വന്നിട്ടുള്ളത്. ദൈവം എന്നെ അയച്ചതും അതിനുവേണ്ടി അല്ല. നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ ഇടയായി തീരണം. അതിനുവേണ്ടി ദൈവം എഴുന്നേറ്റിരിക്കുന്ന ഈ സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റുവെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. നിങ്ങളുടെ ശത്രു ഏതാണ്? നിങ്ങളുടെ ശത്രു ഏതാണ്? ദൈവം എന്നെ നോക്കുമ്പോൾ, ദൈവം എന്നെ നോക്കുമ്പോൾ സ്തോത്രം, സ്തോത്രം, അത് രോഗം മാറും. വേറെ കഷ്ടതകൾ മാറും. അതിനെ നോക്കി ആഗ്രഹപ്പെടുന്നത് നിർത്തുക. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. ദൈവം ഒരു ദിവസം എനിക്ക് വേണ്ടി എഴുന്നേറ്റു. ഓ ഹല്ലേലൂയ! ദൈവം
ഈ രാത്രി ഓരോരുത്തർക്കും എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഏതായാലും ഒരു രാത്രി എന്ന് പറയുന്നത് 12 മണിക്കൂറിന്റെ ഒരു രാത്രിയല്ല, ഒരു ചെറിയ പീരീഡാണ്. ചിലർക്ക് ഒരാഴ്ചയായിരിക്കാം. അന്നത്തെ രാത്രി എനിക്ക് നീണ്ടു നിന്നത് 30 ദിവസമായി. ചിലപ്പോൾ 1 വർഷം ചിലപ്പോൾ നീണ്ടു നിന്നേക്കാം. എന്നാൽ എത്ര നീണ്ടു നിന്നാലും ശത്രുവിനെ തൊടുവാൻ ദൈവം സമ്മതിക്കയില്ല. എത്ര നീണ്ടു നിന്നാലും ആ മതിൽ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അനുഭവത്തിലായിട്ടുള്ളവരാരും തകർവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്തുകൊണ്ട് ആ 30ാമത്തെ ദിവസം ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിരാശയോട് തളർന്ന് ഒരു വിരൽ പോലും അനക്കാൻ കഴിവില്ലാതെ ആഹാരം കഴിക്കുവാൻ നിവർത്തിയില്ല. ചിലർക്ക് എന്നെ കണ്ടിട്ടുണ്ട്, ഇരിക്കുന്നത് ചിലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ ദൈവശക്തി അനുഭവിക്കുക. ഞാൻ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ 30 ദിവസം ചലിക്കാതെ കിടന്ന് എന്റെ ശരീരം ചലിക്കുവാൻ തുടങ്ങി. ദൈവജനം ആത്മാവിൽ ആരാധിച്ചപ്പോൾ ദൈവശക്തി എന്നിലേക്ക് കടന്നു വന്നു. ദൈവം എന്നെ വിളിച്ചു. സ്തോത്രം. അന്ന് രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുക. ബലഹീനായിരുന്നു, പക്ഷെ എഴുന്നേറ്റു. ദൈവം പ്രവർത്തിച്ചു. ഇതെവിടെ പോയി? രോഗാത്മാവ് എവിടെ? ദൈവം അതിനെ നോക്കി. ദൈവം രോഗത്തെ നോക്കി. ഇന്ന് രാത്രി ദൈവം എഴുന്നേൽക്കും. അവൻ ശത്രുവിനെ നോക്കും. അതിനെ തകർക്കും. അതിനെ തകർക്കും. നിങ്ങളുടെ പ്രയാസം എന്താണ്? നിങ്ങളുടെ ശത്രു ആരാണ്? യേശുവിൻ നാമം. യേശുവിൻ നാമം. നിങ്ങൾ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വന്നു. ദൈവം എഴുന്നേൽക്കും. ആർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുവീഴ്ച ചെയ്യാം. ലോകവുമായി സാത്താനുമായി വിട്ടുവീഴ്ച ചെയ്യാം. ഉറച്ചു നിന്ന് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ദൈവം രാത്രി കണ്ടുകൊണ്ട് ആരും നിലവിളിക്കേണ്ട കാര്യം, ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. ലോകം പറയും തകർന്നു, ഇനി അവർ എഴുന്നേൽക്കുകയില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പരിപാടിയെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. അറിയാം. ഞാൻ എഴുന്നേറ്റ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ ബലപ്പെട്ടു. വീണ്ടും പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കിടന്നതായ സമയത്ത് എന്നെ വന്ന് കണ്ടേച്ച് വെളിയിലിറങ്ങി ചെന്ന് ഒരു രക്ഷയുമില്ല, ആശയ്ക്ക് വകയില്ല എന്ന് മറ്റുള്ളവരോട് പറഞ്ഞതായ ഒരു ഡോക്ടറുണ്ട്. എൻ്റെ ഒരു സ്നേഹിതനാണ്, പലതിൻ്റെയും സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ സൗഖ്യമായി വീട്ടിൽ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവിടെ വന്നു. ഞാൻ കാണാൻ വന്നാണെന്ന് പറഞ്ഞു. എനിക്ക് അയാൾ പറയുകയാണ്, പലരെന്നോട് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ നേരിട്ടത് കാണാൻ വന്നു. അദ്ദേഹം വാതിൽ മുട്ടിയപ്പോൾ ഞാൻ അതിന് വാതിൽ പറഞ്ഞു. അയാൾ എന്നെ നോക്കി. അയാൾ പറഞ്ഞു, ഞാൻ വിചാരിച്ച് കിടക്കുകയാണെന്നാണല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പൊ കിടക്കേണ്ട ആവശ്യമില്ല. വന്നിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാണെങ്കിൽ എന്തോ ചെയ്യുമായി? അയാൾ പറഞ്ഞു, ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, എന്നാലും ഞാൻ പറയാം. ഞങ്ങളുടെ അടുക്ക കൊണ്ടുവന്നിരുന്നെങ്കിൽ 2 ആഴ്ച അവിടെ കിടക്കും. 2ാമത്തെ ആഴ്ച 15ാമത്തെ ദിവസം നട്ടലിൽ നിന്ന് പഴുപ്പ് കുത്തിയെടുക്കും. അത് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് എല്ലാം വന്നിട്ട് എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. പക്ഷേ നട്ടലിൽ നിന്ന് ഇതെല്ലാം കുത്തിയെടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നേരെ നടക്കത്തില്ല. സ്തോത്രം. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് 30ാമത്തെ ദിവസം ഞാൻ എഴുന്നേറ്റു. എന്റെ നട്ടലിനും കുഴപ്പമില്ല, ഒരു ശരീരത്തിനും കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ശത്രു അടുത്തു വരും, പക്ഷെ തൊടുവാൻ, തകർക്കുവാൻ അവൻ സമ്മതിക്കുകയില്ല. ആ നിലയിൽ ദൈവത്തിന്റെ പ്രവർത്തനം കാണുവാൻ നമുക്കിടയായി. രാത്രി ദൈവത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കുക. നിങ്ങളോട് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുക. പലരുടെയും രാത്രി കഴിയാൻ തുടങ്ങുകയാണ്. പ്രഭാതപിതാവ് വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം ഉദിക്കാൻ പോവുകയാണ്.
നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രഭാതം കുതിച്ചു വരുവാൻ പോകുക. നിങ്ങൾ സങ്കടപ്പെട്ടതും മാറി, നിങ്ങൾ വേദനപ്പെട്ടതും മാറി, നിങ്ങളുടെ പൈതങ്ങളെ ഓർത്ത് വിലപിച്ചത് മാറി, ശാരീരികമായി വേദന അനുഭവിച്ചത് മാറി. പ്രാപിക്കുവാൻ ഒരുങ്ങി ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സമയം. രാവിലെയായി, പ്രഭാതയാമത്തിൽ ദൈവം ശത്രുവിനെ അവരുടെ വിളക്കുവാൻ തുടങ്ങി. പറവനെ, നിന്റെ അട്ടഹാസം എവിടെ? നിന്റെ അട്ടഹാസം എവിടെ? നീ പറഞ്ഞു എനിക്ക് സൈന്യമുണ്ട്, സൈന്യാധിപന്മാരുണ്ട്, രഥമുണ്ട്, കുതിരയുണ്ട്. എവിടെ? കുതിരയുടെ വീലെല്ലാം പണിമുടക്കാനുണ്ട്, അതെല്ലാം ഇളകി. കുതിരയെ അടിക്കുകയാണ് മുന്നോട്ട് പോകാൻ. ഇല്ല ഇല്ല. ആരെങ്കിലും ദൈവത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ അവരോട് ദൈവാത്മാവിന് മുന്നറിയിപ്പ് നൽകുകയാണ്. അവർക്ക് ഇന്ന് ഓടുന്ന രഥം നാളെ ഓടിയെന്ന് വരും. ഇന്ന് നീ പറയുന്നിടത്തേക്ക് പോകുന്ന കുതിര നാളെ തിരിഞ്ഞു നിൽക്കും. അടിച്ചാൽ വിശേഷം. അങ്ങനെ അനേകം എനിക്ക് തകരാറ് വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ പലർ തകർന്നു കിടക്കുന്ന ഞാൻ കണ്ടു. അതുകൊണ്ട് നിങ്ങളുടെ കുതിര ഇങ്ങനെ ഓടുവെന്ന് ഭഗവാനെ നീ വിചാരിക്കരുത്. ദൈവം നോക്കുന്നത് വരെ നിന്റെ കുതിര ഓടത്തുള്ളൂ, നിന്റെ രഥം മുന്നോട്ട് പോകത്തുള്ളൂ. ദൈവം നോക്കുമ്പോൾ ഇതെല്ലാം അവിടെ. എന്നാൽ ദൈവത്തിന്റെ ജനം രാവിലെ നോക്കിയപ്പോൾ പ്രഭാതയാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നോക്കി, ഇതാ രാത്രിയിൽ അവരേതൊരു കടലിനെ ഭയപ്പെട്ടുവോ, ഏതൊരു കടലിന്റെ തിരമാല അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നുവോ, ആ കടലിൽ ഒരു വിശാലമായ റോഡ് ദൈവം വെട്ടി. ഓ രാത്രിയിൽ ദൈവം എന്തിനു വേണ്ടി പ്രവർത്തിച്ചു? റോഡ് വിട്ടുപോകാൻ, മുന്നോട്ട് പോകാനുള്ളതായ പാത വിട്ടുപോകാൻ. അവർ നടക്കുവാൻ വെള്ളം ഇരുവശവും നിന്നു. അതിന് വിശ്വാസം ആവശ്യമായി. എന്ന് പറയും ഈ നടക്കുന്നത് വളരെ എളുപ്പമാണെന്നല്ലേ? അല്ല, രണ്ടു വശവും വെള്ളം മതിൽ പോലെ ഉണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ രണ്ട് സൈഡിലൊക്കെ ആളൊക്കെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിദ്യയെ കുറിച്ച് വല്ല ഭയമുണ്ടോ? ഈ വിദ്യ ഇപ്പൊ വീണാൽ എന്ത് ചെയ്യും നിങ്ങൾ? പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വിചാരമേ ഇല്ല. കാരണം അത് വീഴത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. വെള്ളമാണെങ്കിൽ ചരിത്രത്തിൽ അത് വെള്ളം അതുപോലെ നിൽക്കുന്നവർ കണ്ടിട്ടില്ല. ഇതിന്റെ നടുക്കൂടെ പോകണമെങ്കിൽ ഇച്ചിരി വിശ്വാസം വേണം. അതുകൊണ്ടാണ് പലരും മടിച്ചു നിൽക്കുന്നത്. എടാ, ഈ പറവോന്റെ കൂടെ പോയി അടിമവേല ചെയ്താലും വേണ്ടിയില്ല, ഇതിലെ പോയാൽ ഈ വെള്ളം എപ്പോ വീഴുമെന്ന് ആർക്കറിയാം, അല്ലേ? ഓരോന്ന് നോക്കിയിട്ട് പറയാറില്ല ഇത് എത്ര ദിവസം നിൽക്കും, ഇതൊക്കെ സ്തോത്രം എത്ര ദിവസം നിൽക്കുമെന്നറിയാമോ? നിങ്ങൾ അക്കരെ എത്തുന്നത് അതിൽ കൂടുതൽ നേട്ടം അല്ലേ? എനിക്കത് മതി, എനിക്കത് മതി. സ്തോത്രം. വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചെങ്കടല് അവിടെ ഈ മത്സ്യങ്ങളൊക്കെ അതിലുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യനെ അതിനിടയ്ക്ക് എങ്ങാനും കിട്ടിയാൽ ഈ മത്സ്യങ്ങളെല്ലാം കൂടെ വന്ന കാര്യം ഒത്തിരി. ഒരു ദിവസം നോക്കിയപ്പോൾ ഈ മത്സ്യങ്ങളെല്ലാം നോക്കിയപ്പോൾ ഒരു ജാഥ പോകുന്നു കടലിൽ കൂടെ. ഞാൻ വിചാരിക്കുന്നത് മത്സ്യമെല്ലാം ഓടി വന്നപ്പോൾ അത് വെള്ളം അത്രയേ ഉള്ളൂ. വെള്ളം പറഞ്ഞ് ഇവിടം വരെ വരാം, അതിനപ്പുറം വരാം. രണ്ടു വശവും മത്സ്യം ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. ഇതാരടാ ഇതെന്തൊരാളുകൾ ഇതെങ്ങനെ പോകും? സ്തോത്രം. അവർക്കെല്ലാം നല്ല കാഴ്ച. അവിടെ ഇവരെ പിടിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അവരക്കരെ ഫറവോൻ സൈന്യം നടുക്കുവന്നു. ദൈവം താറുമാറാക്കി. അവരെ രക്ഷപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. അതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. ശത്രുവിനെ ദൈവം ഓടിക്കുകയല്ല, ശത്രുവിനെ തകർക്കുകയാണ്. ശത്രുവിനെ തകർക്കുക.
ഈ വെള്ളം അതുപോലെ നിന്ന് വെള്ളം നേരെ വന്നവരുടെ മേലെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവർ തകർന്നു. ഞാൻ വിചാരിക്കുന്ന ഇത്രയും നേരം ക്ഷമയോടെ നിന്ന മത്സ്യങ്ങൾക്കെല്ലാം ആവശ്യത്തിന് ശാപ്പാട് ചെയ്ത് കൊടുത്തു. കാരണം ഇത്രയും ജനങ്ങളെ പാവപ്പെട്ടവർ പട്ടിണി കിടന്ന് അടിയും കൊണ്ട് വലിയ അവരെ കിട്ടിയാലും എല്ലും തൊലിയ കാണത്തോളം നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറയാം. എന്നാൽ നല്ല തടിച്ചു പോയിട്ട് കുറെ പേര് കുറേ വരണം. ദൈവത്തെ അനുസരിക്കുന്നവർക്കെല്ലാം ദൈവം എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. ആകട്ടെ അതെന്റെ വിഷയമല്ല. ഇന്ന് രാത്രി നമ്മുടെ പ്രഭാതം ദൈവം നമുക്ക് വേണ്ടി ഒരു പ്രഭാതം ഒരുക്കുന്നു. അത് ഈ സമയമല്ലേ? നാളത്തേക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം, സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ടായിരിക്കും ഇവിടെ കടന്നു. ദൈവം നിങ്ങളുടെ ആവശ്യം കണ്ടു, ദൈവം നിങ്ങളുടെ വേദന കണ്ടു. ദൈവാത്മാവിനെ ഓർപ്പിക്കുന്നുണ്ട്. ഒരു അനുഭവം ഞാൻ പറയാം. എവിടെ സ്ഥലമൊന്നും തോന്നുന്നു ഞാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ അമേരിക്കയിൽ തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വന്നൊരു യോഗത്തിൽ പ്രസംഗിച്ചു. ആദ്യം ഞാൻ പറഞ്ഞു, എഴുന്നേറ്റതുകൊണ്ട് പറഞ്ഞു, ഇന്ന് കണ്ണുനീരോടുകൂടെ വന്നിരിക്കുന്ന ഒരു മാതാവിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കാൻ പോകുന്ന ദിവസമാണ്. ദൈവാത്മാവിനെ ലഭിച്ചുകൊണ്ട് ഞാനറിയില്ല. പെട്ടെന്ന് അതിനകത്തൊരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അയ്യോ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കും. കാരണം അവർ കരഞ്ഞുകൊണ്ടാണ് വന്നത്. അവരുടെ മകനെ മകനെ വല്ലാതെ വഷളായി, ആർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ തെരുവീതിയിലായിരിക്കുന്ന അവർ പറഞ്ഞ ദൈവമേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആരും പറഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഈ അമ്മയും പറഞ്ഞില്ല. ഈ മകൻ എവിടെ നിന്നോ വന്ന പുറകിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാനാണ് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അമ്മ അത് കണ്ടില്ല. ഒടുവിൽ യോഗത്തിന്റെ ഒടുവിലായി ഇവൻ ചിലപ്പോഴൊക്കെ യോഗത്തിന് ചിന്തിരിക്കും. ഓൾട്ടർ കോൾ നടത്തുന്ന ആ സമയത്ത് എഴുന്നേറ്റ് പുറത്തു പോകും. ഇതായിരുന്നു എന്റെ പണി. അന്ന് രാത്രിയിൽ ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഓൾട്ടർ കോളിന് വേണ്ടി ഒരുങ്ങി. എഴുന്നേറ്റ് പുറത്തു പോകുവാൻ. പക്ഷേ കാലനങ്ങില്ല. എഴുന്നേറ്റെടുത്തവൻ ഞാനിതൊന്നും അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് രക്ഷിക്കപ്പെടാൻ എഴുന്നേറ്റവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവന്റെ കാലൻ ചലിച്ചു. ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ അവനാകുന്ന പണി നോക്കി, പുറത്തോട്ട് പോകാൻ ആകുന്ന പണി നോക്കി, സാധിക്കുന്നില്ല. ഒരിടത്തേക്ക് കാലം ചലിക്കൂ, അത് മുമ്പിലേക്കായി. അവൻ മുന്നോട്ട് വരുന്നത് കണ്ടപ്പോഴാണ് അമ്മ അവനെ കണ്ടത്. ആ അമ്മ അധികം ദൈവത്തെ സ്തുതിക്കാൻ. സ്തോത്രം. അടുത്ത ദിവസം എന്നെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ മകൻ അപ്പോൾ പറയുകയാണ്, എനിക്ക് ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ വരത്തില്ല. ഞാൻ വെളിയിലേക്ക് പോകാനാണ് എഴുന്നേറ്റത്. പക്ഷേ എന്റെ കാല് ധരിക്കുന്നില്ല. ഓ, കാരണം അന്ന് രാത്രി കരയുന്ന ഒരു അമ്മയോട്. ആ അമ്മയുടെ രാത്രി അന്ന് തീർന്നു. പ്രഭാതം വിളിച്ചു. ഇന്ന് രാത്രി നിങ്ങളുടെയൊക്കെ അനുഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ദൈവാത്മാവിന് ഉദ്ദേശമുണ്ടായി. എല്ലാവരും ജീവിതത്തിൽ നിന്ന് ഭാരപ്പെട്ടു കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ രാത്രി ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. പ്രഭാതം വരുക. സ്തോത്രം, സ്തോത്രം. നമുക്കത് പ്രാപിക്കാം, നമുക്കത് വിശ്വസിക്കാം. സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാം. വിട്ടുവീഴ്ചയ്ക്ക് ഒരിക്കലും തയ്യാറാകരുത്. ദൈവത്തോട് പറയുക, ദൈവമേ ഞാൻ ഉറച്ചു നിൽക്കും, എനിക്കത് കൃപ തരണം. എൻ്റെ ഈ വേദന മാറ്റണം, എൻ്റെ ഈ രോഗം മാറ്റണം, എൻ്റെ ഭവനത്തിലെ പ്രയാസം മാറ്റണം, എൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥത മാറ്റണം, പരസ്പരം വിശ്വാസമില്ലാതെ പോകുന്ന അനുഭവം മാറ്റണം. യേശുവിൻ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം എല്ലാവരും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ കൊടുക്കുകയാണ്. ദൈവം നിങ്ങളോട് ഇടപെടുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആദ്യം ഞാൻ മൊത്തമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരണം രാത്രി
നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതേ നിലവിളിക്കുന്ന അനുഭവത്തിലായിരിക്കാം. നിങ്ങൾ കേട്ടത് മുഴുവൻ ശത്രുവിനെ ആഘാതമായിരിക്കാം. എന്നാൽ ദൈവം നിങ്ങൾക്കൊരു പ്രവർത്തിക്കാൻ ഈ ജനത്തെ കാരണമില്ല. ഓരോരുത്തരുടെ ആവശ്യം ഇറങ്ങി കഥാവെ മനസ്സ് ഭാരപ്പെട്ടു ഇനി ഒരു ചൂട് മുന്നോട്ട് വെക്കാൻ എനിക്ക് കഴിയുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടോ ആയിരിക്കുന്ന ഇവിടെ ഉണ്ടല്ലോ. ഭവനത്തിൽ സ്വസ്ഥതയില്ല, പരസ്പര വിശ്വാസമില്ല, എല്ലാം തകരുന്ന നിലയിൽ ഭൗതികമായി പലതും ഉണ്ടെന്ന് തോന്നുന്നെങ്കിലും സന്തോഷത്തോടുകൂടെ ഒരു നിമിഷം കഴിയുവാൻ കഴിവില്ലാത്ത രോഗത്തിന്റെ ആത്മാവിന് വിധേയമാണ്. അറിയാതെ വേദന വ്യാപിച്ചു, നട്ടലിന്റെ വേദന ഉളവാക്കിക്കൊണ്ട് ദൈവം ഈ വേദന മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവർക്ക് ഇന്ന് രാത്രി അവരുടെ രാത്രിയെ ഇവിടെ അവസാനിക്കും. വേദനയെ നോക്കണം, അന്തരാശക്തിയെ നോക്കണം, രോഗാത്മാവിനെ നോക്കണം. യേശുവിൻ നാമത്തിൽ ഈ പ്രവർത്തനങ്ങളെ ശാസിക്കുന്നു. അത് വിട്ടുപോകും. ശത്രുവിൽ നിന്ന് കരമെടുക്കുക, വ്യക്തികളിൽ നിന്ന് കരമെടുക്കുക, അയൽവാസിൽ നിന്ന് കരമെടുക്കുക, ആ കുടുംബത്തിൽ നിന്ന് കരമെടുക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ജീവിക്കണം, പ്രത്യാശയുള്ളവരെ നിറയ്ക്കണം. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ കരം അറിയാത്ത ഒരു ശക്തികളിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഈ വ്യക്തികളായി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിടുതൽ ആവശ്യമാണ്. ഒരുപക്ഷേ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ ഇവിടെ ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി നിങ്ങൾക്ക് അതിനുള്ള സമയമാണ്. അന്തരാക്ഷത്തിൽ നിങ്ങളെ വരയ്ക്കുന്നുണ്ടായിരിക്കാം. സത്യമറിയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഉറച്ചു നിൽക്കുവാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം. രോഗാത്മാവ് നിങ്ങളെ അയക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേർക്ക് ഈ വിധമായ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നിങ്ങളുടെ കാരണമുണ്ട്. Hallelujah. Hallelujah. Hallelujah.